ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് പഴുത്തിയൊരു മാങ്ങ വെച്ചിട്ട് ഞാൻ അപ്പം ചുടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, കുറച്ച് റവി എടുത്തിട്ടുണ്ട്, പിന്നെ മാങ്ങ. ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം നമുക്ക്. എന്നിട്ടാണ് ഈ കൂട്ടിൻ്റെ കൂടെ നമുക്ക്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ വെല്ലം ഉരുക്കിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം. ഇതാ വെല്ലം ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ട് എള്ള് ഇടണം, ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ അപ്പത്തിന് ഇടുമല്ലോ അതേപോലെ. പിന്നെ കുറച്ച് ഏലക്കായേൻ്റെ പൊടി. ഇത്രയും സാധനങ്ങളെല്ലാം ഇതിന് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ആദ്യം മൈദ, റവ ഇവരെല്ലാവരെയും ഒരുമിച്ചാക്കി എല്ലാവരെയും നമുക്ക് മിക്സാക്കാം. എന്നിട്ട് നമുക്ക് വെല്ലം ഉരുക്കിയത് ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമുക്ക് വെല്ലം ഉരുക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വെല്ലം ഉരുക്കിയത് ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കട്ടയൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കാം. പോരെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം കുറച്ച്. അപ്പോൾ ഇതാ ഞാൻ കൂട്ട് ഇത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് വെല്ലത്തിന് ഉപ്പുണ്ടാവും, എന്നാലും നമ്മളെ അപ്പത്തിനൊരു ചെറിയ ഉപ്പ് വേണമല്ലോ അതിന്. ഇനി കുറച്ച് എള്ളിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്നും ഞാൻ ഈ അപ്പത്തിന് ഇടുന്നില്ല കേട്ടാ. വേണ്ടുന്നവർക്ക് ഇടാം കേട്ടാ, ഞാനിടുന്നില്ല. ഞാനിതാ കുറച്ച് വെള്ളിട്ടിട്ടുണ്ട്. ഇനി ഈ മാങ്ങ ഞാൻ മുറിച്ചിട്ട് കരിച്ചിട്ട് എടുത്തു കൊണ്ടുവരട്ടെ. മാങ്ങ ഈ മാങ്ങേനെ ജാറിലാക്കിയിട്ട് അടിച്ചു കൊണ്ടുവരട്ടെ. അപ്പോൾ ഇതാ ഞാൻ മാങ്ങ മുറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഏലക്കായേൻ്റെ കുരു മാത്രം എടുത്തിട്ടുണ്ട്, തോലെടുത്തിട്ടില്ലേ. അതും കൂടി അതിലിട്ടിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്കാക്കട്ടെ. എന്താ ഇതെല്ലാം കൂടി ഞാൻ മിക്സാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, മാങ്ങയെല്ലാം ചേർത്ത് ഞാൻ ഇതാ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്, കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പൊടി എടുക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. ഞാനിപ്പോൾ ഈ പൊടിയെടുത്ത് ആ കണക്ക് നിങ്ങളെ കാണിച്ചു തന്നല്ലോ. അതിന് വേണ്ടി ഞാനെടുത്ത പുളിയില്ലാത്ത മാങ്ങയായിരിക്കണേ എടുക്കേണ്ടത്. പുളിയില്ലാത്ത മാങ്ങ എടുക്കുക, എന്നിട്ടത് മിക്സിയിലിട്ടടിക്കുക, എന്നിട്ടെടുക്കുക. ഞാൻ അതിനെടുത്ത് 3 ആണി വെല്ലമാണ്, വലിയ സൈസ് ആണി. നമ്മളെങ്ങനെയാണ് പറയുക, ആണി വെല്ലം. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ അത് ഞാൻ കാര്യം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോ ലേശം നെയ്യ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു നെയ്യിൻ്റെ രുചിക്ക് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ്, 3 കുഴിയിലും. ബാക്കി വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു നെയ്യിൻ്റെ രുചിക്ക് അപ്പത്തിന് അതിന് വേണ്ടിയിട്ട് ആക്കിയതാണ്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുഴിയിൽ ഞാൻ നിറച്ചും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കുക, എന്നിട്ട് ഒഴിച്ച് കൊടുക്കുക. കൂട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുക്കട്ടെ.
അതവിടെ ആകട്ടെ. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അപ്പത്തിന് തിരിച്ചിട്ട് കൊടുക്കണം, നല്ല കണ്ടീഷനായിട്ടാവും. കാലോലം താമരക്കണ്ണനാലോലം കണ്ടോണ്ടമ്മയിരിക്കാം. അപ്പം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് വാങ്ങി എടുക്കാം. അപ്പം നമുക്കിത് എടുക്കാം. കമ്പോണ്ട് കുത്തിയിട്ടാണ് എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. നമ്മളെ പപ്പടം കോലില്ലേ, ഞാനിപ്പോൾ ഒരു സ്പൂണിനെ കൊണ്ടാണ് എടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നടുക്കൊരു കുഴി ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിലും എടുക്കാം നമുക്ക്. ഇവരെ കുത്തിയിട്ട് ഇങ്ങനെ എടുക്കാം. അയ്യോ, മറഞ്ഞ് വീഴുന്നു അവർ. അപ്പം ഇങ്ങനെ ഒരു ചെറിയ കുഴി ഉണ്ടാവും അതിന്, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇനി നമുക്ക് അടുത്തത് വയ്ക്കാം. വീണ്ടും ഞാൻ ഒഴിക്കുന്നതാണത്. കുറേശ്ശേ ഒഴിക്കുന്നില്ല, ഒരുപാട് വെള്ളത്തിലായിട്ട്. ചെറിയ സൈസ് അപ്പാണ്. അപ്പം നല്ലോണം ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇത്രയും അപ്പം ഞാൻ ചുട്ട് വെച്ചു. കണ്ട, 3 എണ്ണല്ലേ ഇതിൽ ചൂടാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇതാ ഗൈസ്, മാങ്ങ കൊണ്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ ചുട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് എത്രയാണെന്നെല്ലാം എടുത്തിട്ട് കാണാം. അപ്പം ഞാൻ തീ ഓഫാക്കട്ടെ, എന്നിട്ടെടുക്കാം. അപ്പം നമ്മളെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായിരിക്കുകയാണ്. വെളിച്ചെണ്ണയൊന്നും അധികം കുടിച്ചിട്ടൊന്നുമില്ല. ഞാൻ വേറെ വെളിച്ചെണ്ണയൊന്നും വെച്ചിട്ടില്ല. ആദ്യം ഒഴിച്ച് കൊടുത്തത് മാത്രമേ ഉള്ളൂ ഗൈസ്. ഞാൻ ആക്കിയതിനെ കൊണ്ട് ഇത്രയും ഉണ്ണിയപ്പമാണ് കിട്ടിയിട്ടുള്ളത് ഗൈസ്. കണ്ട. അപ്പം ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. കണ്ട, സോഫ്റ്റ് ഉണ്ണിയപ്പം, ചൂടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയും ഉണ്ണിയപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. മുറിച്ചിട്ട് കാണിച്ചു തരാം. കണ്ട, നല്ല സൂപ്പർ ഉണ്ണിയപ്പം. കണ്ട, നല്ല സോഫ്റ്റാണ്. സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. ഞാൻ വേണ്ടിക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞു തരാം. എല്ലാം വേവുമെല്ലാം ചെയ്തതാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ല മാങ്ങേൻ്റെ ടേസ്റ്റിൽ അടിപൊളിയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. സൂപ്പർ. അപ്പം എൻ്റെ മാങ്ങ കൊണ്ടുള്ള ഉണ്ണിയപ്പമാണിത് ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോവുമായിട്ട് വരാം. ബൈ.